ജീവിതം എന്നും സിനിമയോടും നാടകത്തോടും ചേർത്ത് വച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്നായിരുന്നു ഈ കലാകാരിക്ക് ആഗ്രഹം. പക്ഷേ വിധി അവിടെയും വില്ലനായി ഇടപെട്ടു. അഭിനയം തുടരാനാവാതെ അരങ്ങൊഴിഞ്ഞു നിൽക്കേണ്ടി വരികയായിരുന്നു രാജമ്മയ്ക്ക്. രോഗബാധിതയായി നാടകരംഗം വിട്ട കലാകാരി വർഷങ്ങൾക്ക് ശേഷം പുതിയൊരു അരങ്ങിലേക്കാണ് കയറി ചെല്ലുന്നത്. ഒരു 14-15 വർഷത്തോളം നാടകവും സിനിമയുമായിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വയറിനൊരു അസുഖം വന്നു. പിന്നെ എനിക്ക് ഈ അസുഖം വന്നതോടുകൂടി ചില ആൾക്കാർക്കൊക്കെ നല്ല സന്തോഷമായിരുന്നു, എവളങ്ങ് ചാവുമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ ഞാൻ ചത്തില്ലെന്നേരും. പക്ഷേ ദൈവം അപ്പോഴും എനിക്ക് സുഖം പ്രാപിച്ചു തന്നിട്ട് പിന്നെ ഞാൻ ഈശ്വര ചിന്തയായിട്ടങ്ങ് മാറി. അതിൻ്റെ കാരണം പിന്നെ നാടകവും സിനിമയും ഒന്നും ഞാനത്ര ഈ കണക്കിലെടുത്തില്ല. ഞാൻ വിചാരിച്ചു ഈ ഭാഗവത പാരായണമാണ് നല്ലത്. അപ്പോൾ ഈ വെറുതെ ഇരിക്കുന്ന എനിക്ക് ഈ ഒരുപാട് സമയം കിട്ടും. ഈ കിട്ടുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു ഭാഗവതം വാങ്ങിച്ചു വെച്ച് അങ്ങ് വീട്ടിലിരുന്ന് അങ്ങ് വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ചില അമ്പലങ്ങളിലൊക്കെ ചെല്ലുന്നുണ്ടെ ഒരു ആശ കൊണ്ട് നമ്മൾ കയറിയിരുന്ന് വായിക്കും. അപ്പോൾ വായിച്ചു കഴിഞ്ഞപ്പം മൈക്കിനകത്തേക്ക് കൂടെ ശബ്ദം നല്ലതാണ്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ വായിക്കാൻ ചെല്ലണം. അങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് വായനയ്ക്ക് നല്ലൊരു ഇത് കിട്ടി. അപ്പോൾ എല്ലാ അമ്പലത്തിൽ നിന്നും ഒരുപാട് ക്ഷേത്രങ്ങളിൽ നിന്ന് എന്നെ വായിക്കാമെന്ന് വിളിച്ചു. എനിക്ക് രാഗമില്ലെങ്കിലും ഞാൻ വായിക്കുന്നത് കേൾക്കാൻ അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം എന്നെ വായിക്കാൻ ഒരുപാട് ആൾക്കാർ വിളിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് തന്നെ നല്ലത്. 10-13 കൊല്ലം വായനയ്ക്ക് എനിക്ക് ഒരുപാട് പൈസയും ഭഗവാൻ തന്നു, ഒരുപാട് പൈസ. പക്ഷേ ഞാൻ നാടകത്തിൽ ജീവിച്ചതിൽ ഈ സന്തോഷവും സുഖവുമായിട്ട് ജീവിച്ചത് ഈ ഭാഗവതത്തിൽ കൂടെ ആയിരുന്നു. നിന്തിരുവടി അരുളി ചെയ്തിരിക്കുന്ന തത്വം ചിന്തിച്ചിട്ട് അറിഞ്ഞനുഭവിച്ചു കൊണ്ടിടുവാനന്തരംഗത്തിലോർത്താൽ എത്രയും അസാധ്യമെന്നന്തർമാനസത്തിങ്കൽ തോന്നുന്നിതെനിക്ക്. 1.5 പതിറ്റാണ്ടോളം നീണ്ട അഭിനയ ജീവിതത്തിനിടയിൽ വ്യത്യസ്തമായ നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയിട്ടും ഈ അഭിനേത്രിക്ക് എടുത്തു പറയാൻ തക്ക പുരസ്കാരങ്ങളൊന്നും അധികമുണ്ടായില്ല. കിട്ടിയത് ഒരേ ഒരു അവാർഡ് ഈ കലാകാരിക്കുള്ള ശരിയായ ആദരിക്കലാകാതെയും പോയി. അഗ്രികൾച്ചർ സൊസൈറ്റിയുടെ ഒരു മത്സര നാടകം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. ആ നാടകത്തിനകത്ത് 5 നാടകമായിരുന്നു അന്ന്. അത് താമസം എന്ന് പറയുന്ന ഒരു നാടകത്തിനകത്ത് ഞാനുണ്ടായിരുന്നു. അതിനകത്ത് ഏറ്റവും നല്ല നടിക്കുള്ള ഒരു സർട്ടിഫിക്കറ്റും ഒരു 100 രൂപയും അവരെനിക്ക് തന്നില്ല, തരാനായിട്ട് വിധിച്ചു. പക്ഷേ വിധിക്ക് ഞാനൊരു 3 ദിവസം ഞാനവിടെ പോയി. ഞാനും എൻ്റെ ചേട്ടത്തിയുടെ ഭർത്താവും കൂടെ അവിടെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും ഈ കാശ് തരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ ഈ സർട്ടിഫിക്കറ്റ് തരത്തില്ല. 3 പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ സാറേ അത് പിന്നെ ഇനിയും വരാൻ പറ്റത്തില്ല, ഞങ്ങളങ്ങ് മാവേലിക്കരയിൽ നിന്ന് വരുക, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് വരുന്ന കാര്യത്തിൽ, 2 പേര് ഞങ്ങൾ വരണ്ടായോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ. എന്നാൽ ഒരു കാര്യം ചെയ്യേ, സർട്ടിഫിക്കറ്റ് എഴുതി അങ്ങ് തരാം, പൈസ ഇപ്പം പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ആ പൈസ ഇട്ട് പോയിട്ടുമില്ല, പൈസ ഇട്ട് തന്നുമില്ല. പക്ഷേ ആ സർട്ടിഫിക്കറ്റ് എനിക്ക് പ്രയോജനമായി. ആ സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് പോയിരുന്നു. അത് ഞാൻ പിന്നെ നാടകത്തിന് ഇതിന് വേണ്ടിയിട്ട് കൊടുത്തു, അക്കാഡമിയിലെ പെൻഷന് വേണ്ടിയിട്ട്. അത് നമുക്കൊരു പ്രയോജനമായിരുന്നു. അത് ഞാനിപ്പോഴും വെച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം രാജമ്മ ഇടക്കാലത്ത് മൂവി ക്യാമറയ്ക്ക് മുന്നിലേക്കും രംഗവേദിയിലേക്കും ഒരു മടങ്ങി വരവിന് ശ്രമിച്ചിരുന്നു. ഇന്നിപ്പോൾ വലിയ സ്ക്രീനിന്റെ ഭാഗമാകണമെന്ന ആഗ്രഹമൊന്നുമില്ല ഈ അഭിനേത്രിക്ക്. മിനി സ്ക്രീനിലൂടെ പുതിയ കാലത്തിനു മുന്നിൽ തന്റെ പ്രായത്തിനിണങ്ങുന്ന വേഷങ്ങൾ അവതരിപ്പിക്കാൻ മോഹിക്കുകയാണ് ഇന്നലത്തെ ഈ താരം. എനിക്ക് ഒരു സീരിയൽ എടുത്തു വെച്ചിരിക്കുക, പക്ഷെ അത് ചാനലിലെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതേവരെ ചാനൽ എടുത്തിട്ടില്ല. ചാനൽ വീണ്ടും ചെയ്യാനായിട്ട് ഓർഡർ ഇട്ട് തന്നിട്ടുമില്ല. അപ്പോൾ അത് കാരണം ദേവതയെന്ന് പറയും, അത് ഇതേവരെ അത് ആയിട്ടില്ല. ഇപ്പം അത് എടുത്ത് കൊടുത്തിട്ട് തന്നെ ഇപ്പം 3 കൊല്ലം ആകാൻ 2 കൊല്ലം കഴിയുന്നു. അപ്പോൾ അത് വരികയാണെങ്കിൽ പിന്നെ വേറെ ഒരെണ്ണം ഇപ്പം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം അതിനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും അത് കിട്ടുന്നതാണ്. പിന്നെ കിട്ടുകയാണെന്നേരി എന്തെങ്കിലും കിട്ടിയാൽ പോകും. ഇപ്പം എനിക്ക് അമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആ ശ്രമത്തിന് കുറവൊന്നുമില്ല. പക്ഷേ ഞാൻ ഈ ചാനലിലോട്ട് വരാത്തത് കൊണ്ടാണ് എനിക്ക് ചാൻസ് ഇല്ലാത്തത്.
കാരണം എന്നെ ആർക്കും അറിയത്തില്ല. അഥവാ ഏതെങ്കിലും ഒരു ചെറിയൊരു റോളിന് നമുക്ക് തന്നു കഴിഞ്ഞിരുന്നാൽ അതത്ര പ്രധാനമല്ലല്ലോ. കാരണം അത് മിന്നി മറയുക. അപ്പോഴേ അത് നമ്മളെ ആർക്കും പറ്റുന്നില്ല, കാണുന്നില്ല അത്. അതുകൊണ്ടത് അല്ലായിരുന്നെങ്കിൽ എനിക്ക് കിട്ടിപ്പോയേനെയായിരുന്നു. കാവാലം നാരായണപ്പണിക്കർ സാറിൻ്റെ ഒരു നാടകം, അത് ഈ പിന്നെ മാജിക്കിലെ എടുത്തിരുന്നു. മുതുകുളത്തെ നമ്മുടെ രാജശേഖരൻ സാറിൻ്റെ മോള് അമ്മു, അതിനകത്ത് എനിക്ക് അമ്മുമ്മയുടെ ഒരു വേഷം ഉണ്ടായിരുന്നു. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും നാടകത്തിനകത്ത് എവിടെയെങ്കിലും വിളിച്ചാൽ ഞാൻ പോകുമെന്നുള്ളതുണ്ട്. എന്താണെന്നറിയാവോ? കാരണം നാടകത്തിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പം സാമ്പത്തികമൊക്കെ നല്ലതായിട്ട് കിട്ടുമല്ലോ, പണ്ടത്തെ പോലെ അല്ലല്ലോ. അതുകൊണ്ട് എനിക്കിപ്പോഴും നാടകത്തിന് പോകണമെന്ന് ഉദ്ദേശമുണ്ട്.